അല്ല, ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കാനില്ല. കാരണം പിണറായി കഴിഞ്ഞാൽ ആളുകൾ 1, 2, 3, 4 എന്നാണ് എണ്ണുന്നത് ഇവരുടെ മുഖങ്ങളാണ്. സ്വാഭാവികമായും പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റുകൾ മന്ത്രിമാരെ തന്നെയാണ് ആദ്യം ബാധിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്കടയിലേക്ക് ബാധിക്കും. അതിനൊരു തർക്കമില്ല. ഇപ്പം എന്താ അവർ സെക്കൻഡ് ടേം മാറ്റാൻ തീരുമാനമെടുത്ത്? എന്തിനായിരുന്നു സെക്കൻഡ് ടേം മാറ്റാൻ തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സെക്കൻഡ് ടേമിലുള്ളവർ മത്സരിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്തിരുന്നത്? എന്താ പാർട്ടി വിശദീകരിക്കാത്തത്? അതിനെന്താ സാധിക്കാത്തത്? അത് വളരെ കൃത്യമായിരുന്നു. ഈ പറയുന്ന മരുമകനെ അടക്കമുള്ള ഒരു ജൂനിയർ ടീമിനെ കേരളത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ജനങ്ങളുടെ അഭിപ്രായമുണ്ടായിരുന്ന ശ്രീ സുധാകരനെ അടക്കം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ടീച്ചർ ഉൾപ്പെടെയുള്ള ആ വലിയൊരു ടീം, അവർ ചില അഭിപ്രായങ്ങൾ മന്ത്രിസഭയിൽ പറയായിരുന്നു. അവർക്ക് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ ടീമുണ്ടെങ്കിൽ ഈ പറയുന്ന മരുമോനിസം ഗവൺമെൻറ്റിലും മന്ത്രിസഭയിലും നടക്കില്ല എന്ന് മനസ്സിലാക്കി മരുമകന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ജൂനിയർ ടീമിനെ, വാ തുറക്കാൻ ശേഷിയില്ലാത്തൊരു ജൂനിയർ ടീമിനെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ കൊടുന്നിരുത്തി. ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിന് അതും ഒരു കാരണമാണ്. ഇപ്പം മരുമകൻ സേഫാണ്, മരുമകൻ മന്ത്രിയാണ്, മരുമകൻ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. എന്തിനേറെ പറയുന്നു, ഈ തമിഴ്നാട്ടിൽ നടന്ന പാർട്ടിയുടെ ദേശീയ കോൺഗ്രസ്സിൽ ഈ പറയുന്ന മരുമകനെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കാനുള്ള തീരുമാനമെടുത്തു വച്ചിരുന്നു പിണറായി. അറിയാം നമുക്ക്? അവസാനം ആരാണ് പിന്നീട് അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അറിയില്ല. പാർട്ടി ആകെ പ്രതിസന്ധി എന്താ പറയുക കത്തിക്കാളും എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് മരുമകനെ ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗമാക്കാനുള്ള തീരുമാനം അത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് MA ബേബിയെയും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷയും ഏൽപ്പിച്ച കാര്യമാണ്. ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും. അപ്പോൾ മരുമകൻ ഇപ്പോൾ സേഫാണ്. ഇനി വേണ്ടത് വീണ്ടും ഈ എന്താ പറയുക സെറ്റിനെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടിക്കകത്ത് വലിയ ചർച്ച നടക്കുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ മരുമകന് വേണ്ടി പിണറായി വെട്ടിനിരത്തിയെന്ന പാർട്ടി കുടുംബങ്ങളിലെ ചർച്ച. അപ്പം അതിനെ ഒന്നൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണം. മാറ്റപ്പെട്ട ഒഴിവാക്കി നിർത്തിയ സെക്കൻഡ് ഗ്രേഡ് ലീഡേഴ്സ് എന്ന് പിണറായി വിധി എഴുതി മാറ്റി നിർത്തിയ ആ പഴയ സഖാക്കളെയൊക്കെ വീണ്ടും കൊണ്ടുവന്ന് ഫസ്റ്റ് ഗ്രേഡ് ലീഡേഴ്സ് ആക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കാരണം പിണറായിയെ സംബന്ധിച്ച് ഈ സേഫ്, അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും എല്ലാം പൊളിറ്റിക്കലി ഫൈനാൻഷ്യലി സേഫാണ്. അപ്പം ഇനി വീണ്ടും ഒരു ഭരണം കിട്ടണമെങ്കിൽ സഖാക്കളുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കണം. അതിനെന്ത് വേണം? ഈ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തിയ പഴയകാല ലീഡർഷിപ്പിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അതാണിപ്പോൾ ചർച്ച നടക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിശദീകരിക്കട്ടെ, പാർട്ടി പറയട്ടെ, കഴിഞ്ഞ വർഷം സെക്കൻഡ് ടേം നടപ്പിലാക്കി, ഇപ്രാവശ്യം സെക്കൻഡ് ടേം നടപ്പിലാക്കുന്നില്ല, ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ നടക്കുന്നത്. എന്താ പറയാത്തത്? പറയാൻ കഴിയില്ല. ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, മരുമകനെ ഉയർത്തിക്കൊണ്ട്. മരുമകനെ ഉയർന്നു കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഏത് സ്ഥാനത്തേക്ക് വേണമെങ്കിലും എന്താ പറയുക, പോളിറ്റ് ബ്യൂറോയിലേക്കോ അഖിലേന്ത്യാ സെക്രട്ടറിയോ എന്തും ആക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിച്ചു. പാർട്ടി സംവിധാനം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാക്കി കൊടുത്തു. അതാണ് സംഭവം. അന്നൊന്നും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടില്ലല്ലോ. റിയാസ് മന്ത്രിയായതിനെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, മുമ്പും പറഞ്ഞിട്ടില്ലാണ്. പാർട്ടിയിൽ ഈ അപ്രമാദിത്വം എന്ത്? എളമരം കരീം സഖാവിൻ്റെ കുഴപ്പമെന്താ? നിങ്ങൾ ആരെങ്കിലും എളമരം കരീം സഖാവിനെ കാണലുണ്ടോ? കോഴിക്കോട്ടെ പത്രക്കാരാണല്ലോ നിങ്ങൾ. ഇങ്ങനെ ആയിരുന്നോ സഖാവ് ഉണ്ടായിരുന്നത്? മോഹന മാഷ് ഇപ്പോൾ എവിടെ? ഇപ്പോൾ ഏതൊരു ബാങ്കിൻ്റെ ചെയർമാനാക്കി കൊണ്ടിരുത്തിയെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നു പ്രദീപ് കുമാർ. ഇവിടെ 4 ആളുടെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇറക്കി നിർത്തി അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സഖാവിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഈ മെഹബൂബൊക്കെ ജില്ലാ സെക്രട്ടറി ആയി എന്നല്ലാതെ ഈ പൊതുസമൂഹമായിട്ട് എന്ത് ബന്ധം? മുഹമ്മദ് റിയാസിൻ്റെ റൈറ്റ് ഹാൻഡ്. എന്തേ മുസാഫിർ അഹമ്മദ് തോറ്റത്? കോഴിക്കോട്ടെ പത്രക്കാരാണല്ലോ നിങ്ങൾ. മുസാഫിർ അഹമ്മദ് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും സേഫായ സീറ്റിൽ മുഹമ്മദ് റിയാസിൻ്റെ പ്രതിനിധിയായി കോഴിക്കോടിൻ്റെ കോർപ്പറേഷൻ ചെയർമാനായി അവരോധിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയ മുസാഫിർ എങ്ങനെ ഇവിടെ തോറ്റത്? ഈ മരുമോനിസത്തിനെതിരെ ആ ഡിവിഷനിലെ സഖാക്കൾ ചെയ്ത വോട്ടാണ്. അത് തന്നെയാണ് ഈ കോഴിക്കോടിൻ്റെ ചിത്രം.